ഹലോ, എല്ലാവർക്കും നാട്ടുരുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുന്തിരി ജാമിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. യാതൊരു വിധത്തിലുള്ള ഫുഡ് കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചുരുങ്ങിയ സമയത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ആദ്യം തന്നെ ഒരു വലിയ ആപ്പിളിൻ്റെ 1/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട്. സാധാരണയായി ജാമിന് ജെൽ കൺസിസ്റ്റൻസി കിട്ടാനായി പെക്റ്റിൻ എന്ന ഒരു കെമിക്കൽ ചേർക്കാറുണ്ട്. ആപ്പിളിൽ നാച്ചുറലായി തന്നെ ഈ പെക്റ്റിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ജാം റെഡിയായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടാൻ വേണ്ടി ഈ പെക്റ്റിൻ ഇത് സഹായിക്കും. ഞാനിത് തൊലിയോട് കൂടി തന്നെയാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മിക്സ് ഞാനിവിടെ ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ജാം തയ്യാറാക്കാനായി 400 ഗ്രാം കറുത്ത മുന്തിരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 5-6 എണ്ണം എടുത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യാം. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലുള്ള സിമ്പിൾ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബാക്കിയുള്ളത് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുരു ഉള്ള ടൈപ്പാണ് എടുത്തതെങ്കിൽ കുരു കട്ട് ചെയ്ത് മാറ്റിയ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായി അടിച്ചെടുക്കാം. ഇതും നമുക്ക് നേരത്തെ ആപ്പിൾ ചേർത്ത സെയിം പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇത് 3 മുതൽ 5 മിനിറ്റ് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് തയ്യാറാക്കാനാണ് താല്പര്യമെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. ഈ തേൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. ഈ ലെമൺ നല്ലൊരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണെന്ന് നമുക്കറിയാലോ. ജാം റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നേരത്തെ മുറിച്ച് മാറ്റിവെച്ച മുന്തിരി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ജാമിൽ ചെറുതായി മുന്തിരി കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഈ കടയിൽ നിന്നൊക്കെ പൈനാപ്പിൾ ജാമൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടില്ലേ. ഇത് നമുക്കൊരു സ്പാച്ചിൽ വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ജാമിൻ്റെ പാകം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരൽപ്പം ജാം ഒരു പ്ലേറ്റിലേക്ക് പകർത്തി പ്ലേറ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താൽ ജാം ഒട്ടും തന്നെ ഒഴുകിപ്പോകരുത്. അങ്ങനെയാണ് നമ്മൾ പാകം നോക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ ഒഴുകിപ്പോകുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇത് ഇനിയും തിക്കായാൽ ജാം സെറ്റായി വരുമ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് തിക്കായി പോകും. ജാം ചെറുതായി ചൂടാറുമ്പോൾ തന്നെ നമുക്ക് നന്നായി സ്റ്റെറിലൈസ് ചെയ്ത ഒരു ഗ്ലാസ് ജാറിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് ജാം പൂർണ്ണമായും തണുത്ത ശേഷം മാത്രം അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 2 മുതൽ 3 ആഴ്ച വരെ ഉപയോഗിക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ഈ ജാം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതേപോലൊരു സിമ്പിളും ഈസിയുമായ റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.